വീട്ടിൽ നിരന്തരമായി കലഹമുണ്ടാവാറുണ്ടോ? അംഗങ്ങൾ തമ്മിൽ നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാവുന്ന വീടുകളിൽ നെഗറ്റീവ് ഊർജം കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇത് കുറയ്ക്കാൻ നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, ജനലുകൾ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവ തുറന്നിടുക. ചില വീടുകളിൽ ജനലുകൾ ഉണ്ടാവും, പക്ഷെ അവ ഒരിക്കലും തുറക്കാതെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നതായി കാണാം. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായും എല്ലാ മുറിയിലെയും ജനലുകൾ തുറന്നിട്ട് സൂര്യപ്രകാശത്തിന് ആവോളം വീടിനകത്തേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീടുകളിലെ ബാത്റൂമുകൾ എല്ലാ ദിവസവും വൃത്തിയാക്കുക. ചില ആളുകൾ ഒഴിവു സമയങ്ങളിൽ മാത്രമാണ് ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണത്. അതിനാൽ തന്നെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഈ ബാത്റൂം പൂർണ്ണമായും ക്ലീൻ ചെയ്ത ശേഷം വേണം ഉപയോഗിക്കുവാൻ. ഇനിയും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളും ഉപയോഗിച്ച വസ്ത്രങ്ങളും കൂട്ടിയിടാതെ അവ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. ഇവ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ഊർജത്തെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലെ ആകും. എന്നാൽ ഇവ രണ്ടും വൃത്തിയാക്കി വെക്കുന്നതിലൂടെ പോസിറ്റീവ് ഊർജം വീട്ടിൽ നിറയുകയും ചെയ്യും. മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാറാലകൾ വീടിലേക്ക് നെഗറ്റീവ് ഊർജത്തെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ മാറാലകൾ ഇല്ലാത്ത വീടാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് എല്ലാ മുറികളിലും നിങ്ങൾ മാറാലകൾ ഇല്ല എന്ന് ഉറപ്പാക്കുക. വീട് വൃത്തിയാക്കുന്ന സമയത്ത് വൃത്തിയാക്കുന്ന വെള്ളത്തിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട ശേഷം വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവ ഇല്ലാതാക്കാനും ഈ ഉപ്പ് കൊണ്ടുള്ള വെള്ളത്തിന് സാധിക്കും. മറ്റൊന്നാണ്, വീട് എപ്പോഴും സുഗന്ധപൂരിതമായി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് സാമ്പ്രാണിത്തിരി കത്തിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ധൂപങ്ങൾ പുകയ്ക്കുകയോ ചെയ്യാം. എങ്ങനെയായാലും വീട്ടിൽ എപ്പോഴും സുഗന്ധം കൊണ്ടുവരിക എന്നുള്ളതാണ് വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.